നമുക്ക് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഞാനൊരു 2 ഗ്ലാസ് എടുത്ത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച് ഇന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് താളിപ്പുണ്ടാക്കാനായിട്ട് ഞാനൊരു 5-10 ചുവന്നുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ചതച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 മുറി നാളികേരം ചിരകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വറുത്ത് വരണം നമുക്ക്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായി വറുത്ത പോലെയായിട്ട് ചുവന്ന കളറിൽ വരും. അപ്പോൾ അതായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുത്തു. വേപ്പിലയും വറുത്ത് വരണം. നന്നായി വറുത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചതാണ്. 1.5 ടീസ്പൂൺ. പിന്നെ അര സ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ചത്. ഇത് രണ്ടാണ് ഇട്ട് കൊടുക്കണം. അതും നന്നായി പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് നമ്മൾ എടുക്കുക. അതൊരു ഇതായി വന്നിട്ടുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് ഇതിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തും ആവണ വിധത്തിൽ നന്നായി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇതിൽ പാകമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേശം ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കി അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അപ്പോൾ ഇത്തിരി സ്വല്പം ചാറോട് കൂടിയതാണ്. കാരണം ഇത് നമുക്ക് പുട്ട് കൂട്ടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ പുട്ടിനോ അപ്പത്തിനോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാവുന്നൊരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയായ കറിയാണ്. താങ്ക് യു.